തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എറണാകുളത്തെത്തിയ വി.ഡി. സതീശന് വൻ സ്വീകരണം ഒരുക്കി പ്രവർത്തകർ. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സതീശനെ തോളിലേറ്റി പ്രവർത്തകർ സ്വീകരിച്ചു. സിഎം സിഎം എന്ന മുദ്രാവാക്യം വിളിച്ചും ഷോൾ അണിയിച്ചും പ്രവർത്തകർ വി.ഡിയെ വരവേറ്റു. എറണാകുളത്ത് നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ശരൺ. UDFന്റെ അത്യുജ്വല വിജയത്തിന് ശേഷം ആദ്യമായി എറണാകുളത്തെത്തിയ വി.ഡി. സതീശന് വൻ വരവേൽപ്പാണ് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. അത് അക്ഷരാർത്ഥത്തിൽ വി.ഡി. പക്ഷത്തിന്റെ ശക്തി പ്രകടനം കൂടിയായി മാറി. ഇന്ന് വൈകിട്ട് 6:45 കൂടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ വി.ഡി. സതീശന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. ട്രെയിനിൽ നിന്നിറങ്ങിയ സതീശനെ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രവർത്തകരുടെ ആഹ്ലാദം. ഇതോടൊപ്പം CMA സതീശ എന്ന മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് സതീശനെ പ്രവർത്തകർ സ്വീകരിക്കുകയും ചെയ്തത്. പിന്നീട് സതീശൻ തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ എറണാകുളം DCC ഓഫീസിലും പിന്നാലെ ആഘോഷം നടന്നു. അതായത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഹൈബി ഈഡൻ MP അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. എന്തായാലും ഇത്തവണ UDF തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ നേടുമെന്ന വി.ഡി. സതീശന്റെ പ്രവചനം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 102 സീറ്റുകൾ നേടിക്കൊണ്ടുള്ള മിന്നും വിജയമാണ് UDF സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി പ്രധാനമായും മുഖ്യമന്ത്രി ചർച്ചകളാണ്. ഇതിനിടയിൽ വലിയ പ്രതീക്ഷയിലാണ് എറണാകുളത്തെ പ്രവർത്തകർ ഉള്ളത്. അതായത് പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ട് സതീശനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ ഉള്ളത്. സിഎം സിഎം എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ഇന്ന് സതീശനെ പ്രവർത്തകർ സ്വീകരിച്ചത്.